നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. ജനകൻ പറഞ്ഞു, ബാല്യം മുതൽ വിദ്യ അഭ്യസിക്കാൻ ആഗ്രഹിക്കുന്നയാൾ ബ്രാഹ്മണൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു തരാം. അത് പഠിച്ചുകൊള്ളൂ, അത് കേട്ടുകൊള്ളൂ. കൃതോപനയനസ്താത ഭവേദ് വേദപരായണ. ഉപനയനം ചെയ്യണം. ഉപനയനം അടുത്തേക്ക് നയിക്കൽ, ഗുരുവിൻ്റെ സമീപത്തേക്ക് നയിക്കൽ, അറിവിൻ്റെ മണ്ഡലത്തിലേക്ക് നയിക്കൽ, നമ്മുടെ ഈ മഹാഗ്രന്ഥങ്ങളുടെ സമീപത്തേക്ക് നയിക്കൽ, അതാണ് ഉപനയനം. അതിന് കുറേ ചടങ്ങുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഉപനയനം ചെയ്തിട്ട് ആ ഗുരുവിൽ നിന്നിട്ട് വേദം പഠിക്കണം. വേദങ്ങളിൽ കർമ്മകാണ്ഡവുമുണ്ട്, ജ്ഞാനകാണ്ഡവുമുണ്ട്. കർമ്മകാണ്ഡം പഠിച്ചാലേ ജ്ഞാനകാണ്ഡത്തിലേക്ക് കടന്നു ചെല്ലാവൂ എന്നില്ല. കർമ്മകാണ്ഡം പഠിച്ച് ജ്ഞാനകാണ്ഡത്തിൽ ചെല്ലാം. കർമ്മകാണ്ഡം പഠിക്കാതെ കണ്ടും ജ്ഞാനകാണ്ഡത്തിലേക്ക് ചെല്ലാം. ജ്ഞാനകാണ്ഡത്തിലേക്ക് ചെല്ലണമെങ്കിൽ ഉപനിഷത്തുക്കളാണ് ജ്ഞാനകാണ്ഡം. അതിലേക്ക് ചെല്ലണമെന്നുണ്ടെങ്കിൽ വേണ്ടുന്ന യോഗ്യത എന്തെന്നറിയോ? അത് വളരെ സ്പഷ്ടമായിട്ട് വ്യാസൻ ഈ മഹാഗ്രന്ഥത്തിലും ശങ്കരാചാര്യസ്വാമികൾ അദ്ദേഹത്തിൻ്റെ എല്ലാ ഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. സാധന ചതുഷ്ടയങ്ങളാണ്. നിത്യവസ്തു ഏത്, അനിത്യവസ്തു ഏത് എന്നുള്ള വേർതിരിച്ചറിവ്, അതാണ് ആദ്യത്തേത്. 4 സാധനങ്ങൾ. അതിലാദ്യത്തേത് നിത്യാനിത്യ വസ്തു വിവേകം. പിന്നെയോ ഈ ലോകത്തും പരലോകത്തും എനിക്ക് ഭൗതിക സുഖങ്ങൾ ഉണ്ടാകണമെന്നുള്ള ആഗ്രഹമില്ലായ്മ. ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടി, പണത്തിന് വേണ്ടി, പ്രതാപത്തിന് വേണ്ടി ഓടി നടക്കുന്നയാളായാൽ അയാൾക്ക് ഈ പറയുന്ന ഉപനിഷത്ത് ശാസ്ത്രം പഠിക്കാനുള്ള ശക്തി ഉണ്ടാവില്ല. അപ്പോൾ രണ്ടാമത്തെ ഗുണം ഇഹ അമുത്രാർത്ഥ ഫലഭോഗ വിരാഗ. മൂന്നാമത്തേതോ ശമാധി ഷഡ്കസമ്പത്തി. ശമം തുടങ്ങിയതായ 6 അത് ജീവിതത്തിലെ അനുഷ്ഠാനങ്ങൾ കൊണ്ട് ക്രമേണ മനസ്സിൽ നേടിയെടുക്കേണ്ടതാണ്. മനസ്സിനെ സാത്വികഭാവ പൂർണ്ണമാക്കാനുള്ള ഉപകരണങ്ങളാണതെല്ലാം. അങ്ങനെ ശമാധികൾ, അതാണ് മൂന്നാമത്തെ ഗുണം. പിന്നെയോ മുമുക്ഷുത്വം ചെയ്തി, എനിക്ക് മോക്ഷം വേണം എന്നുള്ളതായ ആഗ്രഹം. സുഖബ്രഹ്മർഷി എങ്ങനെയാണോ എനിക്ക് പരമാത്മജ്ഞാനം നേടണം, അതേപോലുള്ളതായ ആഗ്രഹം. ഇത് 4മാണ് ഉപനിഷത്ത് ശാസ്ത്രം, മോക്ഷശാസ്ത്രം പഠിക്കാനുള്ളതായ യോഗ്യത. അതുള്ള ആളിന് വേദത്തിലെ കർമ്മകാണ്ഡം പഠിച്ചാലും മോക്ഷശാസ്ത്രം പഠിക്കാം. കർമ്മകാണ്ഡം പഠിച്ചില്ലെങ്കിലും മോക്ഷശാസ്ത്രം പഠിക്കാം. ബ്രഹ്മസൂത്രത്തിൻ്റെ തുടക്കത്തിൽ വ്യാസഭഗവാൻ അത് അഥാതോ ബ്രഹ്മജിജ്ഞാസ എന്നുള്ളതിൽ, അതാണ് ബ്രഹ്മ ലക്ഷണം. ബ്രഹ്മസൂത്രത്തിലെ 2ാം സൂത്രമാണത്. അഥാതോ ബ്രഹ്മജിജ്ഞാസ എന്നുള്ളതായ ബ്രഹ്മലക്ഷണത്തിൽ അധ എന്നുള്ള ശബ്ദം കൊണ്ട് ഈ പറഞ്ഞതെല്ലാം വ്യാസൻ ഉൾക്കൊള്ളിച്ചു വെച്ചു. ശങ്കരാചാര്യസ്വാമികൾ അദ്ദേഹത്തിൻ്റെ ഭാഷ്യത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കാര്യകാരണ സഹിതം വളരെ വിശദമായി പറഞ്ഞും വെച്ചു. തുടർന്ന് വരുന്നതായ ബ്രഹ്മസൂത്രത്തിലെല്ലാം ഈ അധശബ്ദത്തിന് ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞിരിക്കുന്ന അർത്ഥത്തിൻ്റെ പ്രകാശം നമുക്ക് കാണാൻ കഴിയും. അതാണ് ജ്ഞാനകാണ്ഡത്തിലേക്ക് കടന്നു ചെല്ലാനുള്ളതായ യോഗ്യത. അപ്പോൾ
ബാല്യത്തിലേ തന്നെ ഉപനയനം ചെയ്യണം. പിന്നെയോ വേദം പഠിക്കണം. ഇങ്ങനെ വേദം പഠിച്ച്, വേദം ആർക്കും പഠിക്കാം. ശൂദ്രന് വേദം പഠിക്കാൻ പാടില്ല, സ്ത്രീകൾക്ക് വേദം പഠിക്കാൻ പാടില്ല എന്നൊക്കെ ചില തെറ്റിദ്ധാരണകൾ മുൻ നൂറ്റാണ്ടുകളിലൂടെ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വേദം ആർക്കും പഠിക്കാം. ഏറ്റവും വലിയ ഉദാഹരണം തന്നെ വേദവ്യാസൻ. അദ്ദേഹം വേദം പഠിച്ചിട്ടാണല്ലോ നമുക്ക് പഠിക്കാൻ പാകത്തിന് അതിനെ ക്രമീകരിച്ചു തന്നത്. അതാണ് ഏറ്റവും വലിയ ഉദാഹരണം വേദവ്യാസൻ തന്നെ. എന്ന് മാത്രമല്ല, വേദത്തിലെങ്ങും ഇത് ശൂദ്രന്റെ അല്ലെങ്കിൽ ശൂദ്രസ്ത്രീയുടെ മകനായി പിറന്നയാൾ പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. വേദാധികാര നിരൂപണത്തിലെ ചട്ടമ്പിസ്വാമികൾ അതെല്ലാം വളരെ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. വേദത്തിലെങ്ങും അങ്ങനെ പറഞ്ഞിട്ടില്ല, ഒരു മന്ത്രത്തിലും അത് പറഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, ശൂദ്രരുടെ മക്കളായി പിറന്നയാളുകൾ വേദം പഠിച്ച് മഹാജ്ഞാനികളായി ഗുരുകുലങ്ങളിലെ മഹാ ആചാര്യന്മാരായി നൂറുകണക്കിന് ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന കഥയും വേദങ്ങൾക്കകത്ത് നമുക്ക് കാണാം. അതാണ് ആർക്കും വേദം പഠിക്കാം. ദയാനന്ദ സരസ്വതി സ്വാമികൾ, ആര്യസമാജ സ്ഥാപകൻ, അദ്ദേഹം അടുത്ത കാലത്ത് വളരെ സ്പഷ്ടമായി തൻ്റെ ഗ്രന്ഥങ്ങളിലൂടെ അത് വിളിച്ചു പറഞ്ഞു. അദ്ദേഹം എല്ലാവരെയും വേദം പഠിപ്പിച്ചു. അതേപോലെ തന്നെ ചട്ടമ്പിസ്വാമികൾ ഇന്ന് അയോധ്യയിലെ പ്രതിഷ്ഠ കഴിഞ്ഞിരിക്കുന്നു. രാമാനന്ദ സമ്പ്രദായത്തിലാണ് ആ പ്രതിഷ്ഠ. രാമാനന്ദൻ എന്നു പേരായ ഋഷി ജന്മം കൊണ്ട് അദ്ദേഹം ബ്രാഹ്മണനാണ്. അദ്ദേഹം വേദം പഠിച്ചു എന്ന് മാത്രമല്ല, എല്ലാവരെയും വേദം പഠിപ്പിച്ചു. ജാതിയുടെയോ മതത്തിൻ്റെയോ വ്യത്യാസമില്ലാതെ എല്ലാവരെയും വേദം പഠിപ്പിച്ചു. സന്ത് കബീർ അദ്ദേഹത്തിൻ്റെ നേരിട്ടുള്ള ശിഷ്യനാണ് രാമാനന്ദൻ്റെ. എല്ലാ ജാതിയിലും പെട്ട ആളുകൾ രാമാനന്ദ സമ്പ്രദായത്തിലുണ്ട്. ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ ഉള്ള ഒരു സമ്പ്രദായമാണത്. ആ സമ്പ്രദായ പ്രകാരമാണ് അവിടെ അയോധ്യയിലെ പൂജയെല്ലാം, പ്രതിഷ്ഠയെല്ലാം നടന്നിരിക്കുന്നത്. പൂജ നടക്കുന്നതും ആ പ്രകാരത്തിലാണ്. അവിടെ ജാതിയില്ല. രാമാനന്ദ സമ്പ്രദായത്തിൽ ജാതിയില്ല. ജാതിയെ നിഷേധിച്ചുകൊണ്ടാണ് രാമാനന്ദ സമ്പ്രദായം വരുന്നത്. അങ്ങനെ ആ അർത്ഥത്തിലാണ് വ്യാസഭഗവാൻ ഇവിടെ പറഞ്ഞത്, എല്ലാവരും വേദം പഠിക്കണം. വേദം പഠിച്ചതിന് ശേഷം അവർ തുടർന്ന് ഈ ജ്ഞാനകാണ്ഡത്തിലേക്ക് കടക്കണം. സാധന ചതുഷ്ടയ സമ്പത്ത് നേടാൻ വേണ്ടിയിട്ടാണ് വേദം പഠിക്കാൻ പറഞ്ഞത്. അത് ഗുരുക്കന്മാരുടെ ഉപദേശമനുസരിച്ചിട്ട് സ്വജീവിതത്തിലൂടെ അനുഷ്ഠാനങ്ങളിലൂടെ നേടിയെടുക്കാനും സാധിക്കും സാധന ചതുഷ്ടയങ്ങൾ. എങ്കിലും ജ്ഞാനകാണ്ഡത്തിലേക്ക് കടന്നു ചെല്ലാം. തപസ ഗുരുവൃത്യാച ബ്രഹ്മചര്യേണ വാ വിഭോ ദേവതാനാം പിതॄണാഞ്ചാപി അനൃണോ ഹ്യനസൂയക. ഇങ്ങനെയൊക്കെ വേണം ഈ മോക്ഷ മാർഗത്തിലേക്ക് കടന്നു ചെല്ലുന്ന ആളിൻ്റെ ജീവിതം. ഗുരുനാഥന്റെ നിർദ്ദേശമനുസരിച്ചിട്ട് തപസ് ചെയ്യണം. തപസ്സിനെ കുറിച്ചൊരു കഥ നമ്മൾ ഇനി തൊട്ടടുത്ത് കേൾക്കും. ദൈവീ സമ്പത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് തപസ്. സ്വാധ്യായ തപ ആർജവം എന്ന് വ്യാസം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നമ്മളിനി കാണും. തപസ്, ആ തപസ് നേടണം. ഉള്ളിലേക്കുള്ള അന്വേഷണമാണ്. ഭൗതിക തലത്തിൽ സുഖകാര്യങ്ങൾ, സുഖസമ്പത്തുകൾ അന്വേഷിച്ച് ഓടി നടക്കലല്ല. പിന്നെയോ താൻ ആരാണെന്നും ഈ പ്രപഞ്ചം എന്താണെന്നുമുള്ള തത്വത്തെ അറിയാൻ ഈ സ്ഥൂല ശരീരത്തിന്റെ ഉള്ളിലേക്ക്, ഈ ഭൗതിക ജഗത്തിന്റെ ഉള്ളിലേക്ക് കടന്ന് സൂക്ഷ്മമണ്ഡലങ്ങളിലേക്ക് ചെന്ന് പരിശോധിക്കൽ, ഗവേഷണം നടത്തൽ, അനുഭവിച്ചറിയൽ, അതാണ് തപസ്. അങ്ങനെ തപോമാർഗത്തിലൂടെ ഈ പ്രപഞ്ചത്തിന്റെ ആദിമൂലം വരെ എത്തിച്ചേർന്ന ഋഷിമാർ. അത് അറിഞ്ഞിട്ട് അവർ പാടിയ പാട്ടുകളാണ് വേദങ്ങൾ, വേദമന്ത്രങ്ങൾ.
അത് വ്യാസഭഗവാൻ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചു. അത് നമുക്ക് മനസ്സിലാക്കാൻ പാകത്തിന് മഹാഭാരതാദി ഗ്രന്ഥങ്ങളും പുരാണങ്ങളും ഒക്കെ അദ്ദേഹം നൽകുകയും ചെയ്തു. ഇതിഹാസ പുരാണാഭ്യാം വേദം സമൂഹ ബ്രഹ്മയേത്. ഇതിഹാസ പുരാണങ്ങൾ കൊണ്ട് വേദാർത്ഥത്തെ വിശദീകരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇതെല്ലാം പറഞ്ഞത്. ആ വേദാർത്ഥം പരമാത്മതത്വമാണ്, അതിൻ്റെ പൂർണ്ണത. അതിലേക്കെത്താൻ ആഗ്രഹിക്കുന്നയാൾ ഉള്ളിലേക്കുള്ള യാത്ര പരിശീലിക്കണം. വെറും ഭൗതിക ജഗത്തിലുള്ള യാത്രയായാൽ പോരാ. ഭൗതിക ജഗത്തിൽ യാത്ര ചെയ്യാം, പക്ഷേ അത് മാത്രമായാൽ പോരാ. ഉള്ളിലേക്ക് യാത്ര ചെയ്യാൻ പഠിക്കണം. അത് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഭൗതിക ജഗത്തിൽ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഓട്ടം ഒരിക്കലും നല്ലതല്ല വരുത്തുന്നത്. സർവസമ്പത്തും ഉള്ളിലിരിക്കുന്നു, വെളിയിലല്ല സമ്പത്ത് അന്വേഷിക്കേണ്ടത്. ഈ സമ്പത്തെല്ലാം, ഭൗതിക തലത്തിലെ സമ്പത്തെല്ലാം നശ്വരമാണ്. സ്ഥാനമാനങ്ങളെല്ലാം നശ്വരമാണ്. ഈ സമ്പത്തും അധികാരവും സർവവും ഇരിക്കുന്നത് ഉള്ളിലാണ്. അത് തിരിച്ചറിയും ഉള്ളിലേക്ക് അന്വേഷിച്ചു തുടങ്ങുമ്പോൾ. അതിനു വേണ്ടിയിട്ടാണ് തപസ്. ആ തപസ് ചെയ്ത് ജീവിതത്തെ ധന്യമാക്കിയ ആളാണ് ജനകൻ. തപസ്സിനാലും പിന്നെയോ ഗുരുവൃത്തിയാച്ച, ഗുരു എന്താണോ പറയുന്നത് ചെയ്യാനായിട്ട് ഉപദേശിക്കുന്നത് അത് എന്തിന് എന്ന് ചോദിക്കാതെ ഒരു നിമിഷം പോലും ചാഞ്ചല്യം കൂടാതെ കണ്ട് ഭംഗിയായിട്ട് അക്ഷരം പ്രതി അനുസരിക്കുന്നതിലൂടെ, അതിനെ അനുസന്ധാനം ചെയ്യുന്നതിലൂടെ എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് ഇതിനകത്ത് കാണാനായി സാധിക്കും. ഗുരുവൃത്തിക്ക് മഹാഭാരതത്തിൽ എന്ന് മാത്രമല്ല ഉപനിഷത്തുകളിലും അതേപോലെ തന്നെ വേദമന്ത്രങ്ങളിലും നമുക്കത് കാണാനായി സാധിക്കും. പിന്നെയോ ബ്രഹ്മചര്യേണവാ വിഭോ, തന്റെ ശിഷ്യനെ വിഭോ എന്ന് സംബോധന ചെയ്യാണ്. എങ്ങും നിറഞ്ഞു നിൽക്കുന്നവനെ, പരമാത്മാവാണ് എങ്ങും നിറഞ്ഞു നിൽക്കുന്നവൻ, പരമാത്മാവാണ് വിഭു. അദ്ദേഹത്തെ സംബോധനയാണ് വിഭോ എന്ന്. തന്റെ ശിഷ്യനായിട്ട് മുന്നിൽ വന്നിരിക്കുന്ന ശുഖബ്രഹ്മർഷി പരമാത്മജ്ഞാനം നേടാൻ യോഗ്യനാണ്. പരമാത്മജ്ഞാനം കൈവരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് പൂർണ്ണമായിട്ടും സംശയലേശമന്യെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് വിഭോ എന്ന് സംബോധന ചെയ്യുന്നത്. ഇത് ഒരു മനഃശാസ്ത്രപരമായ സമീപനം കൂടിയാണ്. വിഭോ എന്ന് സംബോധന ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥമറിയുന്ന ശുഗന്റെ ഹൃദയത്തിൽ ബ്രഹ്മജ്ഞാനത്തിൽ ഉള്ള ഉറപ്പ് കൈവരും. സംശയലേശമന്യേ താൻ പരമാത്മാവ് തന്നെയാണ്, നിർഗുണ നിരാകാര ബ്രഹ്മം തന്നെയാണ് എന്ന അദ്ദേഹത്തിന് ഉറപ്പുണ്ടാകും. അതിനു വേണ്ടിയിട്ടുള്ള ഒരു മനഃശാസ്ത്രപരമായ സംബോധന കൂടിയാണത്. ബ്രഹ്മചര്യത്താലും ജീവിതത്തെ മുന്നോട്ട് നയിക്കണം. അങ്ങനെയാണ് ആ മോക്ഷമാർഗത്തിൽ മുന്നേറാനാവുക. ഇതാണ് ബ്രാഹ്മണൻ ബാല്യം തൊട്ട് ചെയ്യേണ്ടത്. ബ്രഹ്മചര്യം, പരമാത്മാ അന്വേഷണം, ബ്രഹ്മത്തിലേക്കുള്ള യാത്ര. പ്രപഞ്ചത്തിന് മുഴുവൻ ഏക ആധാരമാണല്ലോ ബ്രഹ്മം. ഈ ലോകം എവിടെയുണ്ടാകുന്നുവോ അതാണ് ബ്രഹ്മം. ഈ ലോകം എവിടെ നിലനിൽക്കുന്നുവോ ആ തത്വമാണ് ബ്രഹ്മം. ഈ ലോകം തിരിച്ചെവിടെ ലയിക്കുന്നുവോ അതാണ് ബ്രഹ്മം. ആ ബ്രഹ്മത്തെ അന്വേഷിക്കലാണ് ചെയ്യേണ്ടത്. നാം എല്ലാം ബ്രഹ്മസ്വരൂപരാണ്, മറന്നുപോയിരിക്കുന്നു എന്ന് മാത്രം. അതിനെ അന്വേഷിക്കുകയാണ് ചെയ്യേണ്ടത്. അതാണ് ബ്രഹ്മചര്യം. ബ്രഹ്മത്തെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ജീവിതത്തിൽ? അതാണ് ബ്രഹ്മചര്യം. അങ്ങനെ തപസാ ഗുരുവൃത്തിയാച്ച ബ്രഹ്മചര്യേണവാ വിഭോ. പിന്നെയോ ദേവതാനാം പിതൃണാഞ്ചാപി അനൃണോ ഹ്യനസൂയക. നമ്മളെല്ലാം ജനിക്കുന്നത് അനേകം ഋണങ്ങളോട്, കടങ്ങളോട് കൂടിയതാണ്. എങ്ങനെ? ദേവതമാരോടുള്ള കടം, പിതൃക്കളോടുള്ള കടം, ഋഷിമാരോടുള്ള കടം, ഇങ്ങനെ അനേകം കടങ്ങളോട് കൂടിയിട്ടാണ് നാം ജനിക്കുക. ദേവതമാരിൽ നിന്നുള്ള ആ അനുഗ്രഹം ലഭിക്കാൻ വേണ്ടിയിട്ട് അവരോടുള്ള കടം തീർക്കണം. എങ്ങനെയാ? പൂജ കൊണ്ടാണ്. ദേവതമാരിൽ നാം കടം തീർത്ത് നമ്മുടെ തന്നെ സന്തോഷത്തെ അനുഭവിച്ചറിയേണ്ടത്. ദേവതമാരോടുള്ള കടം അങ്ങനെ തീർക്കണം പൂജയാൽ.
പിതൃക്കളോടുള്ള ഋണം എങ്ങനെയാണ് തീർക്കേണ്ടത്? അത് തർപ്പണാദികളാലാണ്. അങ്ങനെ ദേവപൂജ ചെയ്തും തർപ്പണം ചെയ്തും ദേവതമാരോടും പിതൃക്കളോടും ഉള്ളതായ ഋണം കടം തീർത്തിട്ട് അനസൂയക, ആരോടും മാത്സര്യമില്ലാതെ, ആരോടും വിരോധമില്ലാതെ, ദേഷ്യമില്ലാതെ, വേദാൻ അധീത്യനിയത, വേദങ്ങളെല്ലാം ഭംഗിയായി പഠിച്ച് ഗുരുമുഖത്ത് നിന്ന് തന്നെ പഠിച്ച് അതേപോലെ തന്നെ മനസ്സിനെ അചഞ്ചലമായി ആ വേദവിജ്ഞാനത്തിൽ ഉറപ്പിച്ചു നിർത്തി ദക്ഷിണാം അപവർജിച്ച് വേദപാഠം പൂർണ്ണമാകുമ്പോഴേക്കും പിന്നെ പഠിപ്പിച്ച ഗുരുവിന് ദക്ഷിണ സമർപ്പിക്കണം. അതിൻ്റെ ചടങ്ങാണ്. ഇന്നതെന്നില്ല. എന്താണോ തനിക്ക് യുക്തമെന്ന് തോന്നുന്നത് അത് ദക്ഷിണയായി സമർപ്പിക്കണം. ഒരു തുളസിക്കതിരായാലും. അങ്ങനെ ദക്ഷിണ സമർപ്പിച്ചതിന് ശേഷം അഭ്യനുജ്ഞാമധപ്രാപ്യ സമാവർത്തേത വൈദ്വിജ, ഗുരുനാഥൻ്റെ അനുവാദത്തോടു കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമനുസരിച്ചിട്ട് തൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകണം. പഴയകാലത്ത് പഠനമെല്ലാം ഗുരുകുലത്തിൽ താമസിച്ചിട്ടാണ്. 5-7 വയസ്സൊക്കെ ആകുമ്പോഴേക്കും കുഞ്ഞുങ്ങളെ അച്ഛനമ്മമാർ ഗുരുകുലത്തിൽ കൊണ്ടുചെന്നാക്കുന്നു. ആ ഗുരുകുലങ്ങളെല്ലാം കാടുകളുടെയൊക്കെ നടുവിലാണ്. പിന്നെ ഗുരുവിനോടൊപ്പം ആ ഗുരുകുലത്തിൽ കഴിയാണ്. 10,000-ലേറെ ശിഷ്യന്മാർക്ക് ആഹാരവും വസ്ത്രവും പാർപ്പിടവും എല്ലാം കൊടുത്ത് പഠിപ്പിക്കുന്നയാളിനാണ് കുലപതി എന്ന് പറയുക. അങ്ങനെയുള്ള അനേകം കുലപതിമാർ ഭാരതത്തിലുണ്ടായിരുന്നു. അവരിൽ അനേകം പേരുടെ കഥകൾ നമുക്ക് പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും കാണാനായി സാധിക്കും. അങ്ങനെ ആ ഗുരുവിൻ്റെ അനുവാദത്തോടുകൂടി വിദ്യാ അഭ്യസനം അത് പൂർണ്ണമായി എന്ന് ഗുരുവിന് ബോധ്യം വരണം. ഭംഗിയായി ശിഷ്യൻ പഠിച്ചു കഴിഞ്ഞു എന്ന് ഗുരുവിന് ബോധ്യം വരുമ്പോഴേക്കും സമാവർത്തനം ചെയ്യാം എന്ന് ഗുരു തന്നെ പറയും. അങ്ങനെ സമാവർത്തനത്തിൻ്റെ ചടങ്ങ് കഴിഞ്ഞ് ഗുരുവിൻ്റെ അനുവാദത്തോടുകൂടി വീട്ടിലേക്ക് മടങ്ങിപ്പോകണം.